തണുത്തുറഞ്ഞ സമുദ്രത്തിന്റെ കറുത്ത ആഴങ്ങളിൽ ബാറ്റിൽ ഓഫ് ദ ഗലറ്റിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചോരയുടെയും കരിഞ്ഞ മരത്തടികളുടെയും ഗന്ധം കലർന്ന വെള്ളത്തിൽ ആത്മാവില്ലാത്ത ഒരു ശരീരം അനാഥമായി ഒഴുകി നടക്കുമ്പോൾ മുകളിലെ ആകാശത്ത് തീജ്വാലകൾ പടർന്നുപിടിക്കുന്ന ശബ്ദം മുഴങ്ങിക്കേട്ടു. ആ കറുത്ത പുകകൾക്കിടയിലൂടെ വായുവിനെ കീറിമുറിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ ജീവനറ്റ ജെയ്സിന്റെ ശരീരമുണ്ടായിരുന്നു. ഓരോ കാറ്റിന്റെ തലോടലിലും ആ തണുത്ത ശരീരം കൂടുതൽ മരവിച്ചു പോകുന്നതുപോലെ അവൾക്ക് തോന്നി. ആ വലിയ കൽക്കോട്ടയുടെ തണുത്ത മുറ്റത്തേക്ക് മൂൺഡാൻസർ ഇറങ്ങിയപ്പോൾ മുണ്ടനം ചെയ്ത തലകളുള്ള കുറെ ഡ്രാഗൺ കീപ്പേഴ്സും മെല്ലെ മുന്നോട്ടു വന്നു. യാതൊരു ശബ്ദവുമില്ലാതെ അവർ ജെയ്സിന്റെ മരവിച്ച ശരീരം ഏറ്റുവാങ്ങി. ആ വലിയ കൽമണ്ഡപത്തിലൂടെ അവർ നടക്കുമ്പോൾ ഓരോ ചുവടിലും ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ച ശബ്ദം അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും നെഞ്ചിൽ ഒരു വലിയ ഭാരം പോലെ വന്നു വീണു. ബയല മുന്നിൽ നടന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നെങ്കിലും മുഖത്ത് വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. അപ്പോഴാണ് റെനേറയുടെ അറയുടെ വാതിൽ അടച്ചുപൂട്ടി ജെയ്സിനെ യുദ്ധത്തിനു പോകാൻ അനുവദിച്ച സർ ലോറന്റ് മാർബ്രാൻഡ് അവിടേക്ക് ഓടിവന്നത്. തന്റെ രാജ്ഞിയെ സംരക്ഷിക്കാൻ ചെയ്ത ആ പ്രവൃത്തി എത്രത്തോളം വലിയൊരു തെറ്റായിരുന്നുവെന്ന് ആ ജീവനറ്റ ശരീരം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. അയാളുടെ നെഞ്ചിടിപ്പുകൂടി ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നതുപോലെ അയാൾക്ക് തോന്നി. വല്ലാത്തൊരു കുറ്റബോധത്തോടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അയാൾ ചോദിച്ചു, "ദ ബാറ്റിൽ." കനത്ത ഒരു നെടുവീർപ്പോടെ ബൈല പറഞ്ഞു, "ഇറ്റ് ഈസ് വൺ." ആ വാക്കുകൾ വിജയത്തിന്റേതായിരുന്നില്ല, മറിച്ച് ഒരുപാട് നഷ്ടങ്ങളുടെയും തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും ബാക്കിപത്രമായിരുന്നു. ആ വലിയ കൽച്ചുവരുകളിൽ ആ പ്രതിധ്വനി ഒരു വിലാപം പോലെ അലിഞ്ഞുചേർന്നു. കനത്ത മരവാതിലുകൾ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടപ്പോൾ ആ വലിയ കൽമണ്ഡപത്തിനുള്ളിലെ തണുത്ത കാറ്റ് റെനേറയുടെ മുഖത്തേക്ക് വീശി. അവളുടെ കാലടികൾ ആ വലിയ കൽത്തറയിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ അവളുടെ കണ്ണുകൾ ആ തണുത്ത തറയിൽ കിടക്കുന്ന ആ ജീവനറ്റ ശരീരത്തിൽ മാത്രമായിരുന്നു ഉടക്കിനിന്നത്. തന്റെ മറ്റൊരു കുഞ്ഞിനെ കൂടി, അതും തന്റെ അടുത്ത കിരീടാവകാശിയെ നഷ്ടപ്പെട്ടു എന്ന സത്യം വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. മരവിച്ച ചുവടുകളോടെ അവൾ ആ ശരീരത്തിനടുത്തേക്ക് നടന്നു. അവളുടെ നെഞ്ചിടിപ്പ് ആ വലിയ ഹാളിലെ നിശബ്ദതയെ ഭേദിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. വളരെ നേർത്ത വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ആ തണുത്ത ശരീരത്തെ നോക്കി. അപ്പോഴേക്കും സ്മോൾ കൗൺസിൽ അംഗങ്ങൾ യാതൊരു ശബ്ദവുമില്ലാതെ ആ ഹാളിലേക്ക് കടന്നുവന്നു. പെട്ടെന്ന് അവളുടെ ഉള്ളിലെ സങ്കടം ഒരു വലിയ പൊട്ടിത്തെറിയായി മാറി. അവൾ മുന്നോട്ടുവന്ന് ജെയ്സിന്റെ തണുത്ത ശരീരത്തിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അലറിക്കരയാൻ തുടങ്ങി. "ജെയ്സ്, നിനക്കെങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു? എനിക്ക് മറുപടി താ, ഒന്ന് സംസാരിക്കൂ" എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ആ ശരീരത്തിന് മുകളിലേക്ക് വീണു. ഇത് കണ്ടുനിൽക്കാൻ കഴിയാതെ സർ ലോറന്റ് മാർബ്രാൻഡ് വേഗത്തിൽ അവിടേക്ക് ഓടിവന്നു. അവളുടെ തോളിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചുകൊണ്ട്, "മഹാറാണി, ദയവായി അവനെ വിടൂ, അങ്ങ് മാറി നിൽക്കണം" എന്ന് അയാൾ പറഞ്ഞു. തന്റെ മകന്റെ ശരീരത്തിൽ നിന്നു തന്നെ മാറ്റാൻ ശ്രമിച്ച അയാളുടെ കൈകൾ കണ്ടപ്പോൾ അവളുടെ സങ്കടം കടുത്ത ദേഷ്യമായി മാറി. "എന്റെ ദേഹത്ത് തൊടാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു?" എന്ന് ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. റെനേറയുടെ ആ മുഖം കണ്ടപ്പോൾ അയാൾക്ക് താൻ ചെയ്ത വലിയ തെറ്റിന്റെ ഭാരം മനസ്സിലായി. അയാൾ ആ തണുത്ത കൽത്തറയിലേക്ക് മുട്ടുകുത്തി. അയാൾ തന്റെ അരയിൽ കിടന്ന വാളൂരി അവളുടെ മുന്നിലേക്ക് നീട്ടി. "എന്റെ രാജ്ഞി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. പകരം എന്റെ ജീവൻ എടുത്തോളൂ" എന്ന് അയാൾ പറഞ്ഞു. അയാൾ നീട്ടിയ ആ വാളിലേക്കും അയാളുടെ മുഖത്തേക്കും നോക്കി, ഹൃദയം തകർന്ന വേദനയോടെ. "അതുകൊണ്ട് ഇപ്പോൾ എന്ത് നേട്ടമാ ഉള്ളത്?" എന്ന് റെനേറ ചോദിച്ചു. "നിന്നെ കൊന്നാൽ എന്റെ മോൻ തിരിച്ചു വരുമോ? അവനും നിങ്ങളും കൂടി കാണിച്ച ഈ വലിയ അബദ്ധം ഇല്ലാതാവുമോ?" എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവിടെ നിശബ്ദരായി നിന്നിരുന്ന സ്മോൾ കൗൺസിൽ അംഗങ്ങളെ ഓരോരുത്തരെയായി നോക്കി. ജെക്കേരിസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിഞ്ഞിട്ടും അത് തടയാതെ വെറുതെ നോക്കി നിന്ന നിങ്ങളെല്ലാവരും കുറ്റക്കാരല്ലേ? നിങ്ങളുടെ ജീവനും ഇതിന് പകരമായി തരേണ്ടതല്ലേ? നിങ്ങൾ നിങ്ങളുടെ രാജ്ഞിയോട് ചെയ്തത് വലിയൊരു ചതിയല്ലേ എന്ന് അവൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ആരുടെയും പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. എല്ലാവരും കുറ്റബോധത്തോടെ തലകുനിച്ചു നിന്നു. വീണ്ടും അവൾ തറയിലേക്കിരുന്നു. തന്റെ മകനായ ജെയ്സിന്റെ മരവിച്ച ശരീരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ തേങ്ങിക്കരഞ്ഞു. ഗള്ളറ്റിലെ ആ വലിയ യുദ്ധം അവസാനിച്ചിരുന്നെങ്കിലും അതിന്റെ ഭീകരത തീരത്തേക്ക് അടിച്ചുകയറുന്ന തിരമാലകളിൽ ഇനിയും അടങ്ങിയിരുന്നില്ല. കറുത്ത പുക നിറഞ്ഞ ആകാശത്തിന് താഴെ ചോരയുടെയും കരിഞ്ഞ തടികളുടെയും രൂക്ഷഗന്ധം നിറഞ്ഞ കാറ്റ് വീശിയടിച്ചു. തീരത്താകെ ചിന്നിച്ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾക്കിടയിലൂടെ തന്റെ പിതാവായ ലോർഡ് കോർലിസിനെ തിരഞ്ഞുകൊണ്ട് ഏലിൻ നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ യുദ്ധത്തിൽ കപ്പലിൽ നിന്ന് ഇരുണ്ട കടലിന്റെ ആഴങ്ങളിലേക്ക് വീണ ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്നറിയാതെ അയാളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. ഇതേസമയം ദ വെയിലിന്റെ മഞ്ഞുമൂടിയ തണുത്തുറഞ്ഞ മലനിരകളിൽ കുതിരകളുടെ പരിഭ്രാന്തിയോടെയുള്ള കരച്ചിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. താൻ ചെയ്ത വലിയൊരു അബദ്ധത്തിന്റെ ഭാരവും പേറി കുറ്റബോധം കൊണ്ട് തലകുനിച്ച് വിറയ്ക്കുന്ന കാലുകളുമായി ലേഡി ജെയിൻ ആറിന്റെ അടുത്തേക്ക് റയന ചെന്നു. "ശ്വാസമെടുക്കാൻ പോലുമാകാതെ എന്നെ സഹായിക്കൂ പ്രഭ്വി, ഞാൻ വളരെ വലിയൊരു തെറ്റ് ചെയ്തുപോയി" എന്ന് കണ്ണീരോടെ അവൾ പറഞ്ഞു. അവളുടെ ആകെ തകർന്ന മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട്, "നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അവിടെ വലിയൊരു യുദ്ധം നടന്നു. ജാക്കേരീസ് രാജകുമാരൻ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് കടുത്ത ദേഷ്യത്തോടെ ലേഡി ജെയിൻ ആറിൻ പറഞ്ഞു. അവരുടെ ആ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന്. അവിടെ മുഴുവൻ കപ്പലുകളും പുകയുമായിരുന്നു. "എനിക്ക് സഹായിക്കണം എന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ ഷിപ്സ്റ്റീലർ വല്ലാതെ ഭയന്നുപോയി. അതുകൊണ്ട്" എന്നു പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ റഹന വിതുമ്പി.
അതൊന്നും എനിക്ക് കേൾക്കേണ്ട, നീ പെൻഡോസിലേക്കുള്ള കപ്പലിൽ ഉണ്ടാകേണ്ടവളല്ലേ എന്ന് പുച്ഛത്തോടെ ജെയിൻ ചോദിച്ചു. എനിക്ക് അഭയം വേണം പ്രഭി, എനിക്ക് പോകാൻ വേറെ ഇടമില്ല എന്ന് വളരെ ദയനീയമായി അവൾ ചോദിച്ചു. ഇത് കേട്ടതും ജെയിനിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നിനക്കെങ്ങനെ ധൈര്യം വന്നു? അഭയമോ? എന്റെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ച് ഓടിപ്പോയ നീ ഇപ്പോൾ എന്റെ പടിവാതിൽക്കൽ ഒരു വലിയ ദുരന്തവും കൊണ്ടുവന്നിരിക്കുകയാണ്. രാജ്ഞി നിന്നെ തിരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അത് ഞാനാണെന്ന് ആരും കണ്ടിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ ജെയിൻ പരിഹാസത്തോടെ ചിരിച്ചു. നിന്റെ സമനില തെറ്റി എന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ നിനക്ക് ആദ്യം മുതൽ തന്നെ അതില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇനി ഇങ്ങോട്ട് തിരികെ വരരുത് എന്ന് അവർ താക്കീത് നൽകി. ഇനി തനിക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കിയ റേന തന്റെ അവസാനത്തെ അടവ് പുറത്തെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ഡ്രാഗനെ വേണമോ വേണ്ടയോ എന്ന് ചോദിച്ചു. രാജ്ഞിയുമായുള്ള ഇടപാടുകളിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നും നിങ്ങളെ അവർ ഒരു വിഡ്ഢിയാക്കിയെന്നും നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് സംരക്ഷണം വേണമായിരുന്നു. ഞാനിപ്പോൾ അത് നൽകാം എന്ന് ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ആകാശം മുഴുവൻ വാഗറിന്റെ ഭീഷണിയുണ്ട്. ഷീപ്പ് സ്റ്റീലർ പണ്ടുമുതലേ ഇവിടെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് ഞങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന നിങ്ങളുടെ അന്ധത മാത്രമാണ് എന്നവൾ പറഞ്ഞു. ആ വലിയ ഡ്രാഗണിന്റെ ഭീകരതയെയും തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഗതികേടിനെയും നോക്കി ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം, ദ വെയിൽ വളരെ വലുതാണ്. ഒരു ഡ്രാഗണിന് അതിന് ഇഷ്ടമുള്ളിടത്ത് വസിക്കുന്നതിൽ നിന്ന് എനിക്ക് തടയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് നിന്നെ ഇനി ഒരിക്കലും കാണരുത് എന്ന് അത്രയും പരുഷമായി ജെയിൻ പറഞ്ഞു. ഇരുണ്ട കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കുന്തങ്ങളിൽ കോർത്തു നിർത്തിയിരുന്ന ജേസൺ ലാനിസ്റ്ററിന്റെ അറുത്തുമാറ്റപ്പെട്ട തല ആ ഭയാനകമായ നേർക്കാഴ്ചയായി അവിടെ ഉയർന്നുനിന്നു. ചോരപുരണ്ട വാളുകളുമായി നിൽക്കുന്ന വിന്റർവുഡ്സ് തങ്ങളുടെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ തീക്കു ചുറ്റും നൃത്തം ചെയ്യുകയും ഭയാനകമായ പാട്ടുകൾ പാടുകയും ചെയ്യുകയായിരുന്നു. ആ ഭ്രാന്തമായ ആഘോഷങ്ങൾക്കിടയിലേക്കാണ് മരച്ചില്ലകൾ വകഞ്ഞുമാറ്റി സർ സൈമൺ സ്ട്രോങ് കടന്നുവന്നത്. രാജ്ഞിയിൽ നിന്നുള്ള ഒരു സന്ദേശവും ഉണ്ടെന്ന് അയാൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ സന്ദേശം കൈകളിൽ വാങ്ങിയ നിമിഷം ഡേമോണിന്റെ മുഖത്തെ ചിരിമാഞ്ഞു. കടുത്ത ഒരു മരവിപ്പ് അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞു. ചുറ്റുമുള്ള ആരവങ്ങളൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. മഹാപ്രഭോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സംശയത്തോടെ ഓസ്കർ ടള്ളി ചോദിച്ചു. തന്റെ കയ്യിലിരിക്കുന്ന കടലാസിലേക്ക് നോക്കി വളരെ തണുത്ത സ്വരത്തിൽ കിരീടാവകാശിയായ രാജകുമാരൻ മരിച്ചു എന്ന് ഡേമോൺ പറഞ്ഞു. ആ വലിയ കാട്ടിൽ പെട്ടെന്നൊരു ശവപ്പറമ്പിലെ നിശബ്ദത പടർന്നു. നമ്മുടെ രാജ്ഞിക്കു വേണ്ടി അയൺ ത്രോൺ പിടിച്ചെടുക്കാൻ എന്നെ ഇപ്പോൾ കിങ്സ് ലാൻഡിംഗിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ പടയാളികൾക്ക് നേരെ തിരിഞ്ഞു. തെക്കോട്ട് മാർച്ച് ചെയ്ത് എന്നെ അവിടെ വന്നു കാണാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഹരൻഹാൾ കാവൽ നിൽക്കാൻ പടയാളികളെ അയക്കുക. എന്നാൽ പൂർണ്ണശക്തിയോടെ വേണം മുന്നോട്ടു പോകാൻ. റെനേറ ആ അയൺ ത്രോൺ സ്വന്തമാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിലുള്ള ആകാശത്ത് കാവലായി ഞങ്ങൾ ഡ്രാഗൺകളെ അയക്കും എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. വളരെ തന്ത്രശാലികളായിരിക്കുക, ഉറച്ചു നിൽക്കുക, നിങ്ങളെ എതിർക്കാൻ നിൽക്കുന്നവരെ വെട്ടിമാറ്റുക. നമ്മൾ രാജ്ഞിയുടെ മുഷ്ടിയായിരിക്കും, ആരും നമുക്കെതിരെ നിൽക്കില്ല എന്നു പറഞ്ഞുകൊണ്ട് കിങ്സ് ലാൻഡിംഗിലേക്ക് എന്ന് അവൻ അലറിയപ്പോൾ കാടിനെ വിറപ്പിച്ചുകൊണ്ട് വാളുകൾ ആകാശത്തേക്കുയർത്തി പടയാളികളും ആവേശത്തോടെ അലറിവിളിച്ചു. ആവേശഭരിതമായ ആ അലർച്ചകൾ കാറ്റിൽ അലിഞ്ഞില്ലാതായപ്പോൾ ഡേമൺ അവിടെ കാത്തുനിൽക്കുന്ന ആലിസ് റിവേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങളുടെ വരവ് ഒരു അവസാനത്തിന്റെ തുടക്കമാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എന്നവൾ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ കേട്ട് നെറ്റിച്ചുളിച്ചുകൊണ്ട് എന്തിന്റെ അവസാനമെന്ന് ഡേമൺ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങളുടെ ഒപ്പം മറ്റു ചിലതിന്റെ തുടക്കവും എന്ന് ഒരു പ്രവചനം പോലെ അവൾ പറഞ്ഞു. അവളുടെ ആ അർത്ഥഗർഭമായ വാക്കുകളെ അവഗണിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിന്റെ സഹായത്തിന് ഞാൻ നന്ദി പറയുമായിരുന്നു. പക്ഷേ ഇതിലൂടെയൊക്കെ നിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാൻ രാജ്ഞിക്ക് വലിയൊരു സേവനം ചെയ്തിട്ടുണ്ട്. 40,000 പടയാളികളെ ഞാൻ അവർക്കായി ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം മിന്നിമറഞ്ഞു. അവരോട് പറയുക, എനിക്ക് ഹരൻഹാൾ വേണമെന്ന് അവൾ പറഞ്ഞു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെയാണ് ജീവിച്ചത്. ആ വലിയ കോട്ട പലരുടെയും കൈകളിലേക്ക് മാറുന്നത് ഞാൻ കണ്ടു. എന്നിട്ടും ആരും അതിനെ സ്നേഹിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അതെനിക്ക് സ്വന്തമായിക്കൂടാ എന്ന് അവൾ ചോദിച്ചു. ഇത് കേട്ടതും ഡീമൺ ഒരു പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു. നിനക്ക് കുലീനമായൊരു കുടുംബപ്പേരില്ല, പദവികളില്ല, വലിയൊരു ഭർത്താവുമില്ല, വെറുമൊരു വയറ്റാട്ടിക്ക് ഇത്രയും വലിയ കോട്ടകൾ നൽകുന്ന പതിവ് ഈ രാജ്യത്തിനില്ല എന്ന് അവൻ പുച്ഛത്തോടെ പറഞ്ഞു. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ കടുത്ത ദേഷ്യമാളിക്കെത്തി. ഞാൻ വെറുമൊരു വയറ്റാട്ടി മാത്രമാണെന്നാണോ താങ്കൾ കരുതുന്നത് എന്ന് പല്ലിറുമിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവളിലെ മാറ്റം കണ്ട് അല്പം പതറിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഞാൻ അവരോട് സംസാരിക്കാം. ഒരുപക്ഷെ അവർ നിനക്ക് വേറെ വല്ല സമ്മാനവും തന്നേക്കാം എന്ന് അവൻ പറഞ്ഞു. വീട്ടിലേക്ക് പോകൂ ഡേമൺ, ഇനിയൊരിക്കലും ഇവിടേക്ക് തിരികെ വരരുത്. ഞാൻ പറഞ്ഞതെപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞ് ആ ഇരുണ്ട മൂടൽമഞ്ഞിലേക്ക് അവൾ നടന്നുപോകുമ്പോൾ ആ കാടിന്റെ ഭീകരത മുഴുവൻ തനിക്ക് ചുറ്റും വരിഞ്ഞുമുറുകുന്നതുപോലെ അവന് തോന്നി. കറുത്ത പുകയൊഴിഞ്ഞ ആകാശത്തിനു താഴെ യുദ്ധം അവസാനിച്ച കടൽത്തീരത്ത് ചോരയുടെയും ശവശരീരങ്ങളുടെയും രൂക്ഷഗന്ധം തളം കെട്ടിനിന്നു. രക്തത്തിൽ കുതിർന്ന മണലിലൂടെ തന്റെ അച്ഛനായ കോർലിസിനെ തിരഞ്ഞ് ഈലിൻ അവശനായി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആകാശത്തുനിന്ന് ഒരു വലിയ അലർച്ചയോടെ മൂൺ ഡാൻസർ അവിടെ പറന്നിറങ്ങിയത്. അതിൽ നിന്നിറങ്ങി അവനടുത്തേക്ക് ഓടിവന്ന ബെലായുടെ മുഖത്ത് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഇതിനു മുമ്പും പലരും എന്റെ മുത്തച്ഛൻ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അവർക്കെല്ലാം തെറ്റി. നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തുമെന്ന് അവൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നിങ്ങളുടെ പ്രതിശ്രുതവരന്റെ കാര്യമോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. എനിക്ക് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരായി നഷ്ടപ്പെട്ട് ഞാൻ വല്ലാതെ തളർന്നുപോയി, ഏലിൻ എന്നൊരു വിതുമ്പലോടെ അവൾ പറഞ്ഞു. ആ നിമിഷം അവർക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടിനിന്നു. പരസ്പരം മനസ്സിലാക്കുന്ന രണ്ടുപേരുടെ നേർത്തൊരടുപ്പം ആ നോട്ടത്തിലുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്ന് മറ്റൊരു ഭയാനകമായ ശബ്ദം കേട്ട് അവർ മുകളിലേക്ക് നോക്കി. തണുത്ത കാറ്റിനെ കീറിമുറിച്ചുകൊണ്ട് സീസ്മോക്ക് അവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അവൻ മുകളിലുണ്ട്, അവനും അന്വേഷിക്കുകയാണ് എന്ന് ആകാശത്തേക്ക് നോക്കി ബെല പറഞ്ഞു. തന്റെ അച്ഛനെ തിരഞ്ഞുകൊണ്ട് ആഡം ആ വലിയ ഡ്രാഗണിന്റെ പുറത്ത് അവിടെ എത്തിയിരുന്നു. കടലിന്റെ ഇരമ്പലുകൾക്കിടയിലൂടെ താഴേക്ക് ഉറ്റുനോക്കിയ ആഡം പെട്ടെന്നത് കണ്ടു. തിരമാലകൾ അതിശക്തമായി ആഞ്ഞടിക്കുന്ന കറുത്ത പാറക്കെട്ടുകൾക്കിടയിൽ അവശനായ ഒരു മനുഷ്യരൂപം. തണുത്ത ഉപ്പുവെള്ളത്തിൽ കുതിർന്ന് ആ കൂറ്റൻ പാറകളിൽ പറ്റിപ്പിടിച്ച് പൂർണ്ണമായും ബോധരഹിതനായി കിടക്കുന്ന കോർലിസിനെ അവൻ ഒടുവിൽ കണ്ടെത്തി. ഇടുങ്ങിയതും ഇരുണ്ടതുമായ ആ കുതിരവണ്ടിക്കുള്ളിൽ അസഹനീയമായ ചൂടും വിയർപ്പിന്റെ ഗന്ധവും നിറഞ്ഞുനിന്നിരുന്നു. ചക്രങ്ങൾ കല്ലുകളിൽ തട്ടിവിറയ്ക്കുന്ന ശബ്ദവും മുകളിൽ കൂടുകളിൽ കിടക്കുന്ന കാക്കകളുടെ അസ്വസ്ഥമായ കരച്ചിലും ആ യാത്രയുടെ കാഠിന്യം വർദ്ധിപ്പിച്ചു. തന്റെ ശരീരത്തിലെ പൊള്ളലുകളുടെ വേദന കടിച്ചമർത്തിക്കൊണ്ട് മൂടിപ്പുതച്ചിരിക്കുന്ന ഏഗോണിനെ നോക്കി. ഇപ്പോൾ അങ്ങയുടെ വേദനയ്ക്ക് കുറച്ച് ശമനം വന്നതുപോലെ തോന്നുന്നു എന്ന് വലിയൊരു മൗനത്തിനു ശേഷം ലാരിസ് സ്ട്രോങ് പറഞ്ഞു. ഇല്ല, എനിക്ക് വേദന കുറഞ്ഞിട്ടില്ല എന്ന് കടുത്ത ദേഷ്യത്തോടെ ഏഗോൺ പറഞ്ഞു. എന്നാൽ അങ്ങിപ്പോൾ മരുന്നിനായി ചോദിക്കുന്നില്ലല്ലോ എന്ന് ലാരിസ് ചോദിച്ചു. അത് ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് എന്ന് പല്ലിറുമ്മിക്കൊണ്ട് രാജാവ് പറഞ്ഞു. ഞാൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചതിലുള്ള ദേഷ്യം അങ്ങേക്കിതുവരെ മാറിയിട്ടില്ല. എന്നാൽ അങ്ങ് വെറുതെ പ്രകോപിപ്പിച്ച നമ്മുടെ കാവൽക്കാർ അങ്ങയെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഞാനാണ് അവരോട് അങ്ങയുടെ സത്യാവസ്ഥ പറഞ്ഞ് ജീവൻ രക്ഷിച്ചതെന്നും അങ്ങ് ഓർക്കണം എന്ന് ലാരിസ് പറഞ്ഞു. നമ്മളിപ്പോൾ തീരത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ, അതെ, അവിടെയെത്തുമ്പോൾ എന്തു സംഭവിക്കാനാണ്? റേനീറായുടെയും അവളുടെ അഹങ്കാരം നിറഞ്ഞ സദസ്സിന്റെയും മുന്നിലേക്ക് നമ്മളെ വലിച്ചിഴക്കുമ്പോൾ എന്തു ചെയ്യും എന്ന് ഏഗോൺ ചോദിച്ചു. പെട്ടെന്ന് ആ വണ്ടി വലിയൊരു കുലുക്കത്തോടെ നിന്നു. പുറത്ത് ആളുകൾ അലറിവിളിക്കുന്നതും വാളുകൾ കൂട്ടിമുട്ടുന്നതുമായ വലിയ ശബ്ദങ്ങൾ കേട്ടുതുടങ്ങി. പുറകിലുള്ള വഴി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടിയുടെ വിടവിലൂടെ പുറത്തേക്ക് നോക്കിയ ലാരിസിന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. പെട്ടെന്ന് വണ്ടിയുടെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് ഒരു കാവൽക്കാരൻ ഇവരെ വേഗം ഉള്ളിലേക്ക് മാറ്റൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഡ്രാഗൺസ്റ്റോണിലേക്കുള്ള നമ്മുടെ യാത്ര അല്പം വൈകുമെന്ന് തോന്നുന്നുവെന്ന് ലാരിസ് പറഞ്ഞു തീരും മുമ്പ് തന്നെ തന്നിലുറഞ്ഞുകൂടിയ സർവ്വദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് ഏഗോൺ ആ കാവൽക്കാരന്റെ മുകളിലേക്ക് ചാടി വീണു. തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അയാളുടെ ശരീരത്തിലേക്ക് ഒരു ഭ്രാന്തനെപ്പോലെ അവൻ ആഞ്ഞുകുത്തി. ചോര തെറിച്ചിട്ടും മതിവരാതെ വീണ്ടും വീണ്ടും അവൻ ആ ശരീരം വെട്ടിപ്പൊളിച്ചു. രക്തത്തിൽ കുളിച്ച ആ ശവശരീരത്തിന് മുകളിൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന രാജാവിനെ നോക്കി, മഹാപ്രഭോ, നമ്മൾ എത്രയും വേഗം ഈ കാട്ടിലേക്ക് മാറണം. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സ്വർണം എന്റെ പക്കലുണ്ട്. നമുക്ക് ഡസ്കേൻഡല്ലേക്ക് പോകാം എന്ന് പരിഭ്രാന്തിയോടെ ലാരിസ് സ്ട്രോങ് പറഞ്ഞു. ഇല്ല, നമ്മൾ റൂക്സ് റെസ്റ്റിലേക്കാണ് പോകുന്നത് എന്ന് ഉറച്ച ശബ്ദത്തിൽ ഏഗോൺ പറഞ്ഞു. ആ സ്ഥലം ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മൾ വീണ്ടും പിടിക്കപ്പെട്ടേക്കാം എന്ന് ലാരിസ് പറഞ്ഞപ്പോൾ, അവിടെ കോളിന്റെ സൈന്യമില്ലേ? അവർ എന്നോട് കൂറുള്ളവരായിരിക്കും എന്ന് രാജാവ് പറഞ്ഞു. പക്ഷേ അവിടേക്കുള്ള വഴി വളരെ ദുർഘടവും അപകടം നിറഞ്ഞതുമാണ് എന്ന് ലാരിസ് പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ചുറ്റും നടക്കുന്ന ആ വലിയ യുദ്ധത്തിന്റെ ബഹളങ്ങൾക്കിടയിലൂടെ അവൻ മുന്നോട്ടു നീങ്ങി. ഉപ്പുവെള്ളവും ചോരയും കലർന്ന ആ കടൽത്തീരത്തെ തണുത്ത കാറ്റിൽ മരവിച്ചുപോയ തന്റെ ശരീരം വലിയൊരു വേദനയോടെ കോർലിസ് പതുക്കെ അനക്കി. ചുറ്റുമുള്ള നാശനഷ്ടങ്ങളിലേക്കും മൃതദേഹങ്ങളിലേക്കും നോക്കി കനത്ത ഒരു നെടുവീർപ്പോടെ ഇതൊരു വിജയമാണെങ്കിൽ ഇനിയൊരിക്കലും മറ്റൊന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ തളർന്ന ശബ്ദത്തിൽ കോർലിസ് പറഞ്ഞു. വലിയൊരു ആയാസത്തോടെ ശരീരത്തിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റുനിന്നു. ഏലിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഏലിൻ, എനിക്കിപ്പോൾ നിനക്ക് നൽകാൻ എന്റെ പേരല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ കേട്ട നിമിഷം ഏലിന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. ജീവിതകാലം മുഴുവൻ താൻ ആഗ്രഹിച്ച ആ വലിയ അംഗീകാരം ഒടുവിൽ ആ ചോരപുരണ്ട കടൽത്തീരത്ത് വെച്ച് അവന് ലഭിക്കുകയായിരുന്നു. ഇരുണ്ട ആകാശത്തിന് താഴെ ആ അച്ഛനും മകനും തമ്മിലുള്ള ആ വലിയ നിമിഷം ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള നിശബ്ദത പോലെ അവിടെ തങ്ങിനിന്നു. റെഡ് കീപ്പിന്റെ ഏറ്റവും ഉയർന്ന കൽമതിലുകളിൽ നിന്നുകൊണ്ട് താഴെ കിങ്സ് ലാൻഡിങ്ങിന്റെ വിശാലമായ നഗരക്കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ ആലിസന്റിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയവും ഉത്കണ്ഠയും നിറഞ്ഞുനിന്നിരുന്നു. ആകാശത്തേക്ക് നോക്കിയ അവളുടെ കണ്ണുകളിൽ അപ്പോഴാണ് വലിയൊരു ആശ്വാസം നിറഞ്ഞത്. കാരണം ഏമോൺ തന്റെ കൂറ്റൻ ഡ്രാഗണായ വാഗറിന്റെ പുറത്തേറി നഗരം വിട്ട് ദൂരേക്ക് പറന്നുപോകുകയായിരുന്നു. വഹാഗർ ആ നഗരത്തിലുണ്ടായിരുന്നെങ്കിൽ റാനീറ തന്റെ സൈന്യവുമായി അവിടേക്ക് വരുന്നത് രണ്ട് വലിയ കൊടുങ്കാറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതുപോലെ ആയിരിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈമോണ്ട് പോയതോടെ അവിടെ സമാധാനത്തിനുള്ള ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ബാക്കിയുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ വലിയ കൽമതിലുകളിൽ നിന്ന് ആശ്വാസത്തോടെ ഒരു വലിയ നെടുവീർപ്പിട്ടുകൊണ്ട് യാതൊരു സമയവും പാഴാക്കാതെ അവൾ താഴേക്ക് നടന്നു. ഇരുണ്ട ഇടനാഴികളിലൂടെയും കോണിപ്പടികളിലൂടെയും അവൾ സീറ്റി വാച്ചിന്റെ താവളത്തിലേക്കാണ് പോയത്. അവിടെയെത്തുമ്പോൾ വിയർപ്പിന്റെയും ആയുധങ്ങളുടെയും രൂക്ഷഗന്ധം ആ തണുത്ത വായുവിൽ തങ്ങിനിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിൽക്കുന്ന പടയാളികളുടെ ബഹളങ്ങൾക്കിടയിലൂടെ നടന്ന് വലിയൊരു ഭയത്തോടെ എനിക്ക് കമാൻഡർ ലാർജനോട് സംസാരിക്കണം എന്ന് അവൾ പറഞ്ഞു. ഇരുണ്ട മുഖത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന അയാൾ, എന്നാൽ സംസാരിക്കൂ മഹാറാണി എന്ന് വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ചുറ്റുമുള്ള പടയാളികളെ ഒന്നു നോക്കിയ ശേഷം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ, നിങ്ങളുടെ ഗോൾഡ് ക്ലോക്സിന്റെ ഇടയിലേക്ക് ഇങ്ങനെ വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എന്നാൽ കാര്യം വളരെ ഗൗരവമുള്ളതാണ് എന്ന് ആലിസന്റ് പറഞ്ഞു.
ഈ വിവരം പുറത്തറിഞ്ഞാൽ ഇതിലുൾപ്പെട്ട എല്ലാവരുടെയും മരണമുറപ്പാണ്. റേനീറ ഇവിടേക്ക് മടങ്ങിവരികയാണ് എന്നവൾ പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ കടുത്ത സംശയം നിറഞ്ഞു. അങ്ങെങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത് എന്ന് അയാൾ ചോദിച്ചു. വളരെ ശാന്തമായി, എന്നാൽ ഉറച്ച ശബ്ദത്തിൽ, രാജപ്രതിനിധിയുടെ അസാന്നിധ്യത്തിൽ നഗരത്തിന്റെ അധികാരം ഇപ്പോൾ ക്വീൻ ഹെലേനയുടെ കൈകളിലാണ് എന്ന് അവൾ പറഞ്ഞു. രാജ്യത്ത് സമാധാനം നിലനിർത്തുന്നതിനുവേണ്ടി റേനീറായെ റെഡ് കീപ്പിലേക്ക് പ്രവേശിക്കാനും തുടർന്ന് യാതൊരു യുദ്ധവുമില്ലാതെ സിംഹാസനം ഏറ്റെടുക്കാനും അനുവദിക്കാൻ അവൾ ഉദ്ദേശിക്കുന്നുവെന്ന് ആലിസന്റ് പറഞ്ഞപ്പോൾ അവിടെ വലിയൊരു നിശബ്ദത പടർന്നു. ആ ഇരുണ്ട മുറിയിലെ പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്, ചിലർ ഇതിനെ രാജ്യദ്രോഹം എന്ന് വിളിക്കുമെന്ന് കടുത്ത ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. തന്റെ ശ്വാസം ഒതുക്കിക്കൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി ചിലർ വിളിക്കുമായിരിക്കും. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ അങ്ങനെ വിളിക്കുമോ എന്ന് വളരെ അർത്ഥഗർഭമായി അവൾ ചോദിച്ചു. ആ വലിയ ചോദ്യം ആ കൽച്ചുവരുകൾക്കുള്ളിൽ ഒരു നിമിഷം തങ്ങിനിന്നു. കനത്ത മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ ഡ്രാഗൺസ്റ്റോണിന്റെ കൽമുറ്റത്ത് കാരാക്സസിന്റെ ഭയപ്പെടുത്തുന്ന അലർച്ച മുഴങ്ങിക്കേട്ടു. ഹരൻഹാൾ ഉപേക്ഷിച്ച് വലിയൊരു വീരപരിവേഷത്തോടെ എത്തിയ അവർക്ക് മുന്നിലേക്ക് വളരെ തണുത്ത ഒരു നോട്ടത്തോടെ ഡീമൺ കടന്നുവന്നു. അവനെ കണ്ടയുടനെ യാതൊരു ഗൗരവവുമില്ലാതെ, ഇതാ സാക്ഷാൽ റോഗ് പ്രിൻസ് എന്ന് അൽഫ് പറഞ്ഞു. ആ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ, നിങ്ങൾ എന്താണിവിടെ ചെയ്യുന്നത് എന്ന് കടുത്ത ദേഷ്യത്തോടെ ഡീമോൺ ചോദിച്ചു. അവന്റെ ആ നോട്ടം കണ്ട് പതറിക്കൊണ്ട്, എന്റെ പ്രഭോ, ഞങ്ങൾ ഹാരൻഹാലിൽ നിന്നും ഗള്ളറ്റിൽ നിന്നും ഇപ്പോൾ വന്നതേയുള്ളൂ. ഞങ്ങൾക്ക് മുകളിലേക്ക് പോകണമോ എന്ന് ഉറപ്പില്ലായിരുന്നു എന്ന് ഹ്യൂ ഭയത്തോടെ പറഞ്ഞു. വേഗറിനെ ആക്രമിക്കുകയോ പിന്തുടരുകയോ ചെയ്യണമെന്നായിരുന്നില്ലേ രാജ്ഞി നിങ്ങളോട് ആവശ്യപ്പെട്ടത്? അതോ എനിക്ക് തെറ്റിയതാണോ എന്ന് അവൻ അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിനു മറുപടിയായി, ഈമോണ്ട് അവിടെ വന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം ഉപേക്ഷിക്കുന്നതിനു മുമ്പ് ഞങ്ങൾ 2 ദിവസം മാത്രമാണ് കാത്തിരുന്നത് എന്ന് ഹ്യൂ പറഞ്ഞു. അപ്പോഴേക്കും ആഡമും പോയി എന്നവൻ പറഞ്ഞു. ഈ സമയത്തോ മറ്റെന്തെങ്കിലും സമയത്തോ രാജ്ഞി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചതായി എനിക്കറിയില്ല എന്ന് ഡേമൺ വളരെ പരുഷമായി പറഞ്ഞു. ഇത് കേട്ട് വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ട്, എന്നാൽ ആ കാട്ടിൽ എന്തോ കുഴപ്പമുണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത്. അവിടെ പലതരം ശബ്ദങ്ങളും ആളുകൾ സംസാരിക്കുന്നതുമൊക്കെ ഞങ്ങൾ കേട്ടു. ഞാൻ അവിടെ എന്ന് ഉൽഫ് പറഞ്ഞു തീരുന്നതിനു മുമ്പ് തന്നെ അവനെക്കൊണ്ട് അതെല്ലാം നിർത്തിക്കാൻ ഡേമൺ അവന്റെ മുഖത്ത് അതിശക്തമായി അടിച്ചു. 3 പേർക്കും നിങ്ങളുടെ ഈ വലിയ തെറ്റിന് വലിയ വില കൊടുക്കേണ്ടിവരുമെന്ന് അവൻ കോപത്തോടെ പറഞ്ഞു. ഞാൻ അവിടെ കാവൽക്കാരെയും ജോലിക്കാരെയും നിർത്തിയിട്ടാണ് പോന്നത് എന്നവൻ പറഞ്ഞു. യുദ്ധത്തിന്റെ വാർത്തയുമായി ഒരു സ്ത്രീ അവിടെ വന്നിരുന്നുവെന്നും ഒരുപക്ഷെ അതൊരു മന്ത്രവാദിനിയാകാം എന്ന് ഹ്യൂ പറഞ്ഞു. ഇത് കേട്ടയുടനെ നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റവൻ എവിടെ എന്ന് ഡേമൺ ചോദിച്ചു. അവൻ ലേഡി ബൈലാക്കൊപ്പം ഗള്ളറ്റിലേക്ക് തിരികെ പോയി എന്നവർ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഹരൻഹാലിലേക്ക് തിരികെ പോകണമോ എന്റെ പ്രഭോ എന്ന് വളരെ ഭയത്തോടെ അവർ ചോദിച്ചു. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ കല്ലുകളിൽ തട്ടിമുഴങ്ങുന്ന കാലൊച്ചകളോടെ അവൻ അവിടെ നിന്നും വേഗത്തിൽ നടന്നുപോയി. പെട്ടെന്ന് മുന്നിൽ കണ്ട മൈസാരിയായോട് അവൾ അകത്തുണ്ടോ എന്നവൻ ചോദിച്ചു. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ, ജെയ്സിന്റെ മരണശേഷം അവൾ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മൈസാരിയ പറഞ്ഞു. അത് കേട്ടതും അവന്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. അവൾ സങ്കടത്തിലായിരിക്കുന്ന ഈ സമയം നോക്കി, ആ ഇരുമ്പുപണിക്കാരനും മദ്യപാനിയും കൂടി ആ ഒറ്റക്കണ്ണനായ എമുണ്ടിനെ അവരുടെ വിരലുകൾക്കിടയിലൂടെ രക്ഷപ്പെടാൻ അനുവദിച്ചിരിക്കുകയാണ് എന്ന് അവൻ പറഞ്ഞു. അവൾ വലിയൊരു ദുഃഖത്തിലാണ്. അവളുടെ തീരുമാനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ എന്ന് അവൾ ചോദിച്ചു. അവളെയല്ല, അവരെയാണ്, ഒപ്പം നിന്നെയും എന്നവൻ പറഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ ഒരു തടവുകാരിയായിട്ടാണ് ഉപേക്ഷിച്ചു പോയത്. എന്നിട്ടും നീ എന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു ഈലിനെപ്പോലെ കിരീടത്തിനടുത്തേക്ക് നുഴഞ്ഞുകയറിയിരിക്കുകയാണ്. നിന്റെ ഈ കൗശലം ഞാൻ കുറച്ചു കണ്ടുപോയി എന്ന് അവൻ കടുത്ത ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. രാജ്ഞിക്ക് എന്നിൽ വലിയ വിശ്വാസമുണ്ട്. അത് നിങ്ങൾക്കിതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. രാജ്ഞി എന്റെ ഭാര്യയാണ് എന്നവൻ പറഞ്ഞു. പിന്നെ എന്തിനാണ് അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് മുകളിലേക്ക് നിങ്ങൾ കൂടുതൽ വേദന നൽകുന്നത് എന്ന് അവൾ ചോദിച്ചു. ഞാനും അവളും തമ്മിലുള്ള കാര്യങ്ങൾ നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറഞ്ഞു. രാജ്ഞിയുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഇല്ലെങ്കിൽ ഞാൻ അവളെ സേവിക്കില്ലല്ലോ എന്നവൻ പറഞ്ഞു. എന്നാൽ അവൾ ആലിസന്റ് ഹൈറ്റവറിന്റെ വാക്കുകളിൽ വലിയൊരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് എന്ന് അവൾ പറഞ്ഞു. വാഗർ എന്ന വലിയ ഡ്രാഗൺ രാജധാനി വിട്ട് റിവർലാൻഡ്സിന്റെ ഭാഗത്തേക്ക് പറക്കുന്നത് കണ്ടതായി വിവരമുണ്ട്. ഞാനിത് രാജ്ഞിയെ അറിയിക്കാൻ വന്നതാണ് എന്ന് കിതച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടയുടനെ ആ വലിയ ഭീഷണി വീണ്ടും അവരുടെ തലയ്ക്കുമുകളിൽ എത്തിയിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. ഇനി സമയം കളയാനില്ലെന്ന് തിരിച്ചറിഞ്ഞ അവൻ, ഞാൻ പോയി അവളോട് സംസാരിക്കാം എന്ന് അവൻ പറഞ്ഞു. കിങ്സ് ലാൻഡിങ്ങിന്റെ വീർപ്പുമുട്ടുന്ന തെരുവുകളിലൂടെയും ഇരുണ്ട ഇടനാഴികളിലൂടെയും എന്തോ വലിയൊരു ചിന്തയുടെ ഭാരവും പേറി നടക്കുകയായിരുന്നു ആലിസന്റ്. അവളുടെ ഓരോ ചുവടുവെപ്പിലും കനത്ത പട്ടുവിരിപ്പുകൾ, കൽത്തറയിൽ ഉരയുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. തന്റെ കാവൽക്കാരിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുന്ന അവളെ കണ്ട് കനത്ത കവചങ്ങളുടെ ശബ്ദത്തോടെ സർ റിക്കാർഡ് തോൺ വേഗത്തിൽ അവൾക്കടുത്തേക്ക് ഓടിവന്നു. മഹാറാണി, ഇവിടുത്തെ അന്തരീക്ഷം വല്ലാതെ കലുഷിതമാണ്. അതിനാൽ അങ്ങ് എന്റെ കാവലിൽ നിന്ന് വീണ്ടും മാറി നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നുവെന്ന് വളരെ ജാഗ്രതയോടെ അയാൾ പറഞ്ഞു. അയാളുടെ വാക്കുകളിലെ ഭയം വ്യക്തമായിരുന്നെങ്കിലും അത് വകവയ്ക്കാതെ തന്റെ ചുറ്റുമുള്ള ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട്, എനിക്ക് കൊട്ടാരം കാവൽക്കാരുടെ തലവനായ സർ സോറനോട് സംസാരിക്കണം. അയാളിപ്പോൾ എവിടെയുണ്ടാകുമെന്ന് അവൾ ചോദിച്ചു. ഭയപ്പാടോടെ നിൽക്കുന്ന പടയാളികൾക്കിടയിലൂടെ നോക്കി, അദ്ദേഹം എവിടെ വേണമെങ്കിലും ആകാം. വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിനൊരു സന്ദേശം കൊടുത്തയക്കാം എന്ന് അയാൾ പറഞ്ഞു.
വേണ്ട എന്ന് വളരെ പരുഷമായി പറഞ്ഞുകൊണ്ട് സ്മോൾ കൗൺസിൽ മുറി തികച്ചും സുരക്ഷിതമാണെന്ന് ദയവായി ഉറപ്പുവരുത്തുക. ഞാൻ ഇപ്പോൾ തന്നെ അവിടെ ഒരു യോഗം വിളിക്കാൻ പോവുകയാണ് എന്ന് ഒട്ടും പതർച്ചയില്ലാതെ അവൾ പറഞ്ഞു. രാജകൊട്ടാരത്തിൽ എല്ലാവരും ഭയന്നു നിൽക്കുന്ന ഈ സമയത്ത് എന്തോ വലിയൊരു തീരുമാനം അവൾ എടുക്കാൻ പോകുകയാണെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. തണുത്ത കൽച്ചുവരുകൾക്കുള്ളിലെ ആ വലിയ മുറിയിൽ സങ്കടത്തിന്റെ വലിയൊരു കടല് തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു. കാറ്റിലുലയുന്ന മങ്ങിയ പന്തങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തം ജീവന്റെ പാതി നഷ്ടപ്പെട്ടവളെപ്പോലെ കണ്ണീർ വറ്റി ശൂന്യമായ കണ്ണുകളോടെ തകർന്നടിഞ്ഞിരിക്കുന്ന റെനേറയുടെ അടുത്തേക്ക് അവളുടെ തണുത്ത അരികിലേക്ക് ചെന്ന് അവൻ തന്റെ രാജ്ഞിക്ക് വേണ്ടി പൊരുതിയാണ് മരിച്ചത്, അത് അവന്റെ തന്നെ ആഗ്രഹമായിരുന്നുവെന്ന് ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വളരെ ശാന്തമായി ഡേമൺ പറഞ്ഞു. അവനെന്നെ ധിക്കരിച്ചു എന്ന് കണ്ണീരോടെ റെനേറ പറഞ്ഞപ്പോൾ ആൺമക്കൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് അവൻ പറഞ്ഞു. പെട്ടെന്നൊരു വലിയ ഞെട്ടലോടെ ആ യുദ്ധമുഖത്ത് മറ്റൊരു ഡ്രാഗനുണ്ടായിരുന്നു. അതിനൊരു സവാരിക്കാരനുണ്ടായിരുന്നു. അത് ഷീപ്പ് സ്റ്റീലറാണെന്ന് ബേല പറയുന്നു എന്ന് അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് നെറ്റിച്ചുളിച്ചുകൊണ്ട് ഒരു കാട്ടു ഡ്രാഗണോ എന്ന് ചോദിച്ച അവൻ, അത് തികച്ചും അസാധ്യമാണ്. ഒരു കാട്ടു ഡ്രാഗണിനെ ഒരിക്കലും മെരുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ അപരിചിതനായ സവാരിക്കാരനും അവന്റെ ഭീകരനായ മൃഗവും ചേർന്ന് മൂൺ ഡാൻസറിനെ ആക്രമിക്കുകയും ജെയ്സിനെ അവന്റെ ക്രൂരമായ മരണത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു. ഗ്രീൻസിന് എങ്ങനെയാണ് മറ്റൊന്നിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്ന് സങ്കടത്തോടെ ചോദിച്ച അവൾ, എന്ത് വില കൊടുത്തും അവരെ നീ കണ്ടുപിടിക്കണമെന്ന് കൽപ്പിച്ചു. അത് ഞാൻ ചെയ്യാം, പക്ഷേ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് എന്ന് അവൻ പറഞ്ഞു. എനിക്ക് അതിനൊന്നും ഇപ്പോൾ യാതൊരു താൽപ്പര്യവുമില്ല എന്ന് റെനേറ പറഞ്ഞു. എന്നാൽ ഭഗർ ഇപ്പോൾ കിങ്സ് ലാൻഡിംഗ് വിട്ട് ദൂരേക്ക് പോയിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അവളിലെ ആ മരവിപ്പൊന്നു മാറിയത്. എങ്കിലും പെട്ടെന്നൊരു വലിയ പൊട്ടിക്കരച്ചിലോടെ, ഭയക്കുമ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എന്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ചെറിയ മുഖങ്ങൾ ഒളിപ്പിച്ചിരുന്ന എന്റെ ആൺമക്കൾ, ആ വാളുകൾ കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ എനിക്കിരിക്കാൻ വേണ്ടി മാത്രം അവർ മരിച്ചുവീണു എന്നവൾ പറഞ്ഞു. അവളുടെ ആ വലിയ സങ്കടം കണ്ട് വല്ലാത്തൊരലിവോടെ, അവർ വെറുതെ മരിച്ചതാണെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹൈ വലീരിയനിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആ വലിയ ദർശനം കണ്ടു. വടക്കുനിന്നുള്ള ആ ഭയാനകമായ ഇരുട്ട് ഞാൻ കണ്ടു. ദ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ. ദൂരെ ഒരു മരുഭൂമിയിൽ വെള്ളിനിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവളുടെ നെഞ്ചിൽ ഡ്രാഗൺകൾ ഉണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അത് കാലങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന ഡാനറിസ് ടാർഗേരിയനിന്റെയും അന്ധകാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന വൈറ്റ് വാക്കർസിന്റെയും ആ വലിയ വരവിനെക്കുറിച്ചുള്ള ദർശനമായിരുന്നു. എന്റെ സഹോദരനായ വിസരീസ് നിന്നോട് പറഞ്ഞ ആ വലിയ രഹസ്യം, അത് സത്യമാണെങ്കിൽ നീ എന്തു ചെയ്യും എന്ന് അവൻ ചോദിച്ചു. വെറുമൊരു കിരീടത്തിനപ്പുറം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അവർ ആ സിംഹാസനത്തിലിരിക്കുന്നതിലാണെന്നും വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെ തടയാൻ അവർക്കു മാത്രമേ കഴിയൂ എന്നും ആ ഇരുണ്ട രാത്രിയിൽ അവൻ അവളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. റെഡ് കീപ്പിന്റെ തണുത്തുറഞ്ഞ കൽച്ചുവരുകൾക്കുള്ളിലെ തന്റെ വലിയ അറയിൽ അവിടം വിട്ടുപോകാനുള്ള വലിയൊരു തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയായിരുന്നു ആലിസന്റ്. പെട്ടെന്ന് കനത്ത കാലൊച്ചകളോടെ ആ വലിയ വാതിൽ തുറക്കപ്പെട്ടു. വല്ലാത്തൊരു മൃഗീയമായ ഭാവത്തോടെ ജാസ്പർ വൈൽഡ് അവിടേക്ക് കടന്നുവന്നു. കൊള്ളാം, എന്തൊരു കഠിനാധ്വാനിയായ ചെറിയൊരു ജീവിയാണ് നിങ്ങൾ. അങ്ങോട്ടുമിങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ എന്ന് വലിയൊരു പരിഹാസത്തോടെ അവൻ പറഞ്ഞു. ഭയപ്പാടോടെ അവനെ നോക്കി, താങ്കൾക്ക് താങ്കളുടെ സ്ഥാനം ഓർമ്മയുണ്ടാകുന്നത് നന്നായിരിക്കും ലോർഡ് ജാസ്പർ എന്ന് അവൾ പറഞ്ഞു. വാതിൽ ഭദ്രമായി അടച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നെടുത്തു. ഈ ലോകം അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന സന്തോഷങ്ങൾ കണ്ടെത്തുന്നുവെന്ന് വളരെ പൈശാചികമായ ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. ഉദാഹരണത്തിന് നിങ്ങൾ ഒരുപാട് സന്തോഷം കണ്ടെത്തി സർ ക്രിസ്റ്റനൊപ്പം ഇല്ലേ എന്ന് അവൻ ചോദിച്ചു. താൻ വലിയൊരു അപകടത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആലിസന്റ്, ലോർഡ് ജാസ്പർ ദയവായി എന്ന് വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. അലറിക്കൊണ്ട് അവൾ അവനെ തള്ളിമാറ്റി വാതിലിനടുത്തേക്ക് ഓടി. എന്നാൽ അവൻ അവളെ ആ തണുത്ത കൽത്തറയിലേക്ക് അതിശക്തമായി വലിച്ചെറിഞ്ഞു. ശ്വാസം കിട്ടാതെ അവൾ നിലവിളിച്ചുകൊണ്ട് തറയിൽ പിടയുമ്പോൾ പെട്ടെന്ന് ആ വലിയ വാതിൽ തുറക്കപ്പെട്ടു. ആ മുറിയിലേക്ക് വന്ന മെയ്സ്റ്റർ ഓർവൈലും സർ സോറനും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നു. തന്റെ ഭാവം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് ഓർവൈൽ, കൊള്ളാം, നമ്മുടെ കൈകളിൽ ഒരു രാജ്യദ്രോഹിയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു സർ സോറൻ. അവൾക്കിനി യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ കഴിയാത്തവിധം അവളെ തടവിലാക്കേണ്ടതുണ്ട് എന്ന് ജാസ്പർ പറഞ്ഞു. ഗ്രാൻഡ് മൈസ്റ്റർ, ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് അവൾ എവിടെയായിരുന്നുവെന്ന് ചോദിക്കൂ ജാസ്പർ പറഞ്ഞു. അവർ എവിടെയായിരുന്നുവെന്നെനിക്കറിയില്ല. എന്നാൽ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാനിവിടെ കണ്ടതെന്താണെന്നെനിക്കറിയാം. ഇവനെ അറസ്റ്റ് ചെയ്യൂ. രാജാവിന്റെ അമ്മയുടെ മേൽ കൈവയ്ക്കാൻ ഇവന് എത്ര ധൈര്യമുണ്ട് എന്ന് കോപത്തോടെ ഓർവൈൽ പറഞ്ഞു. രാജ്ഞി നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു. അവളുടെ സ്വന്തം സംരക്ഷകൻ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ജാസ്പർ പറഞ്ഞു. വാളുകളുടെയും കവചങ്ങളുടെയും ശബ്ദത്തോടെ പടയാളികൾ അവനെ വലിച്ചിഴച്ചുകൊണ്ടുപോയി. ആ വലിയ മുറിയിൽ ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് ആശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഗ്രാൻഡ് മേസ്റ്റർ എന്നവൾ പറഞ്ഞു. അങ്ങ് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല മഹാറാണി. അത് വല്ലാത്തൊരു നിരാശയിൽ നിന്നുണ്ടായ എന്തോ ആണെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് വലിയൊരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞു. കനത്ത മരവാതിലുകൾ അടഞ്ഞുകിടക്കുന്ന ആ വലിയ സ്മോൾ കൗൺസിൽ മുറിയിൽ ശ്വാസം മുട്ടിക്കുന്ന വല്ലാത്തൊരു ഭയാനകമായ നിശബ്ദത തളം കെട്ടിനിന്നിരുന്നു. ഞങ്ങളുടെ അഗാധമായ അനുശോചനങ്ങൾ മഹാറാണി, ഈ ദാരുണമായ സംഭവം എന്ന് അവർ വളരെ പതുക്കെ പറഞ്ഞു. അവരുടെ ആ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും നൽകാതെ ഞാനിപ്പോൾ കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുകയാണ് എന്ന് റാനീറ പറഞ്ഞു.
അത് കേട്ടയുടനെ ആ മുറിയിലാകെ വലിയൊരു ഭയം പടർന്നു. ഒരു ഡ്രാഗണിന്റെ പുറത്ത് അങ്ങേക്ക് ആ കോട്ടയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്റെ രാജ്ഞി. വെലാറിയോൺ സൈന്യം ചിതറിക്കിടക്കുകയാണ്. അങ്ങയെ സംരക്ഷിക്കാൻ അവരുണ്ടാകില്ല എന്ന ഭയപ്പാടോടെ ഒരു അംഗം പറഞ്ഞു. തന്റെ വാളിൽ കൈവച്ചുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ അവൾക്ക് ഞാനുണ്ട് എന്ന് ഡേമൺ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം എന്റെ രാജ്ഞി, ഇതൊരു ചതിയുടെ മണം നൽകുന്നു എന്ന് അവർ ഭയത്തോടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകട്ടെ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, കോപത്തോടെ അവൾ പറഞ്ഞു. അപ്പോഴേക്കും നിഴലുകൾക്കിടയിൽ നിന്ന് മൈസാരിയ വേഗത്തിൽ അവിടേക്ക് വന്നു. അവളുടെ കൈകളിൽ തിളങ്ങുന്ന ആ വലിയ കിരീടമുണ്ടായിരുന്നു. അങ്ങേക്കിതിന്റെ ആവശ്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങ് എനിക്കായി ആളെ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിൽ ആരാണ് അങ്ങയോട് വിശ്വസ്തത കാണിച്ചതെന്ന് എപ്പോഴും ഓർക്കണമെന്ന് മൈസാരിയ പറഞ്ഞു. അവർ നടന്ന് വിശാലമായ മുറ്റത്തെത്തിയപ്പോൾ, ഇന്ന് കിങ്സ് ലാൻഡിംഗ് അതിന്റെ രാജ്ഞിയെ സ്വീകരിക്കും. നിങ്ങൾ കാവലായി പറക്കണം. ദൂരെ മാറി നിന്ന് നിരീക്ഷിക്കുക. ആകാശത്തുകൂടി ആരെയും അടുക്കാൻ അനുവദിക്കരുത് എന്ന് ഡേമൺ പറഞ്ഞു. അവരിലേക്ക് കൂടുതൽ അടുത്തേക്ക് ചെന്നുകൊണ്ട്, നഗരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഭഗറിനെ ലക്ഷ്യം വെക്കും. ഈ നിമിഷം മുതലെല്ലാം നമ്മുടെ പദ്ധതിയനുസരിച്ച് മാത്രം നടക്കണം. എന്നെ നിരാശനാക്കരുത് എന്ന് അവൻ പറഞ്ഞു. അതേസമയം ഗോഡ്സ്വുഡിലെ മങ്ങിയ വെളിച്ചത്തിൽ മരച്ചില്ലകളിൽ അസാധാരണമായി തടിച്ചുകൂടിയ കാറ്റർപില്ലറുകളെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നോക്കി നിൽക്കുന്ന ഹെലേനയെ അവർ കണ്ടു. റെനേറ വരുന്നു, എനിക്കിപ്പോൾ നിന്നെ ആവശ്യമുണ്ട്. തന്റെ അതിവേഗത്തിലുള്ള ശ്വാസഗതി നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് അലൈസന്റ് പറഞ്ഞു. ഒരു യുദ്ധമുണ്ടാകുമോ എന്ന് വളരെ ശാന്തമായി ഹെലന ചോദിച്ചു. നമ്മൾ അവരെ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും പോകും എന്ന് ആലിസന്റ് പറഞ്ഞു. തുടർന്ന് സർ റിക്കാർഡിന്റെ ചതിയെക്കുറിച്ചും കോട്ടമുകളിലെ ഭടന്മാരെ ഉടൻ പിൻവലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവർ വേഗത്തിൽ വിശദീകരിച്ചു. തന്റെ അച്ഛന്റെ അന്ത്യാഭിലാഷത്തെക്കുറിച്ചും ഏഗോണിനെ രാജാവാക്കിയതിനെക്കുറിച്ചും സംശയത്തോടെ ഹെലന ചോദിച്ചപ്പോൾ തന്റെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് അലൈസന്റിന്റെ കണ്ണുകൾ നിറഞ്ഞു. പഴയതുപോലെ ഒരു രാജ്ഞിയാകുന്നതിനു മുൻപുള്ള അവസ്ഥയിൽ സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർ വീണ്ടും ചോദിച്ചു. എനിക്ക് കോഴികളെ വളർത്താൻ ഇഷ്ടമാണ് എന്ന് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഹെലന പറഞ്ഞു. ഒട്ടും വൈകാതെ അവർ കോട്ടയുടെ മുകളിലേക്ക് നീങ്ങി. നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണ്? ഭടന്മാരുടെ ഇടയിലേക്ക് നടന്നുകൊണ്ട് അലൈസന്റ് ചോദിച്ചു. രാജ്ഞിയായ ഹെലേനയുടെ ഉത്തരവ് പ്രകാരം കാവൽ അവസാനിപ്പിക്കാൻ ആലിസന്റ് പറഞ്ഞു. ഭഗർ അല്ലാത്ത ഏത് ഡ്രാഗണിനെയും കണ്ടാലും ആക്രമിക്കാനാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവെന്ന് സർ ഫ്രെഡറിക് പറഞ്ഞപ്പോൾ രാജാവ് നാടുവിട്ടുവെന്നും ഇപ്പോൾ ഈ നഗരത്തിന്റെ പൂർണ്ണ അധികാരം രാജ്ഞിക്കാണെന്നും ഭടന്മാരുടെ മുഖത്തേക്ക് നോക്കി ആലിസന്റ് പറഞ്ഞു. ഒരു മൃഗത്തെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ വളരെ വ്യക്തമായി ഹെലന പറഞ്ഞു. റെനേറ ടാർഗറിയൻ വരുന്നതും പ്രിൻസ് ഡേമൺ അവരുടെ കൂടെയുണ്ടെന്നും പറഞ്ഞ് വെറുതെ യുദ്ധം ചെയ്ത് കത്തിയെറിയണോ അതോ സമാധാനം ആഗ്രഹിക്കണോ എന്ന് ആലിസന്റ് ചോദിച്ചപ്പോൾ അവിടെ ഒരു വലിയ നിശബ്ദത തളംകെട്ടിനിന്നു. മരങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന തണുത്ത കാറ്റിന്റെ ഇരമ്പൽ മാത്രമായിരുന്നു ആ കാട്ടിലെ നിശബ്ദതയെ ഭേദിച്ചിരുന്നത്. അവിടെ ഇരുട്ടിന്റെ മറവിൽ എന്തു ചെയ്യണമെന്നറിയാതെ ക്രിസ്റ്റൻ കോൾ വളരെ ക്ഷമയോടെ കാത്തുനിൽക്കുകയായിരുന്നു. ഓരോ നിമിഷവും മണിക്കൂറുകൾ പോലെ തോന്നിയ ആ കാത്തിരിപ്പിനൊടുവിൽ ആകാശത്തെ തന്നെ നടുക്കുന്ന ഒരു വലിയ ഇടിമുഴക്കം പോലെ ഭയാനകമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. മുകളിലേക്ക് നോക്കിയ അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. കാരണം മേഘങ്ങളെ വകഞ്ഞുമാറ്റിക്കൊണ്ട് ഭീമാകാരനായ ഭഗർ അവിടെ പറക്കുന്നുണ്ടായിരുന്നു. ആ വലിയ കാറ്റിന്റെ ശക്തിയിൽ മരച്ചില്ലകൾ ഒടിഞ്ഞുവീഴുകയും ഉണങ്ങിയ ഇലകൾ ചുഴലിക്കാറ്റുപോലെ പറന്നുയരുകയും ചെയ്തു. വൈകാതെ അവർ ഹരൻഹാൾ ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ ആകാശത്തുനിന്ന് ഒരു വലിയ ഭീകരസത്വം ഇറങ്ങിവരുന്നത് കണ്ട നൂറുകണക്കിന് കാക്കകൾ ഭയന്ന് കരഞ്ഞുകൊണ്ട് ഹരൻഹാളിന്റെ പഴകിയ ഗോപുരങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്നു. യാതൊരു ദയയുമില്ലാതെ ഏമോണ്ട് കോട്ടയ്ക്ക് ചുറ്റും തീമഴ പെയ്ച്ചു. ആ വലിയ തീജ്വാലകൾ കോട്ടയുടെ കരിങ്കൽ ചുവരുകളെ ചുംബിച്ചപ്പോൾ ഉയർന്ന ചൂടും പുകയുമേറ്റ് ശ്വാസം മുട്ടി ഭടന്മാർ പരക്കം പാഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മറ്റൊരു ടാർഗറിയൻ ചെയ്തതുപോലെ ആ കോട്ട വീണ്ടും ഒരു അഗ്നിപർവ്വതം പോലെ കത്തിയെരിയുകയായിരുന്നു. വാഗറിന്റെ തീജ്വാലകൾക്ക് മുൻപിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയ സ്ഫോടനങ്ങളുടെ ശബ്ദവും ഭടന്മാരുടെ നിലവിളികളും ആ വലിയ കോട്ടയ്ക്കുള്ളിൽ ഒരു മരണഗീതം പോലെ പ്രതിധ്വനിച്ചു. ആ കനത്ത പുകയ്ക്കിടയിലൂടെ കത്തുന്ന കണ്ണുകളുമായി എമുണ്ട് തന്റെ വാളെടുത്ത് താഴേക്കിറങ്ങി. അവന്റെ കാലൊച്ചകൾ ആ ശൂന്യമായ ഇടനാഴികളിൽ ഭയാനകമായി മുഴങ്ങിക്കേട്ടു. കോട്ടയുടെ പ്രധാന ഹാളിലേക്ക് കടന്നുവന്ന ഈമോണ്ടിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടെ ആ വലിയ മേശയ്ക്ക് ചുറ്റുമിരുന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന സൈമൺ സ്ട്രോങ്ങിനെയും അയാളുടെ മക്കളെയും കണ്ട് അവൻ ഒരു നിമിഷം നിശ്ചലനായി. ചുറ്റും തീയും പുകയും നിറഞ്ഞു നിൽക്കുമ്പോഴും വളരെ ശാന്തമായി തന്റെ ചുണ്ടുകൾ ഒരു തുണികൊണ്ട് തുടച്ചുകൊണ്ട് സൈമൺ സ്ട്രോങ് അവനെ നോക്കി. ഡേമോൺ എവിടെയാണെന്ന് ദേഷ്യത്തോടെ ഈമോണ്ട് ചോദിച്ചു. എന്നാൽ അവനവിടെ ഇല്ലെന്നായിരുന്നു മറുപടി. തന്റെ ആയുധമെടുക്കാൻ ഈമോണ്ട് ആക്രോശിച്ചെങ്കിലും തനിക്ക് വാളില്ലെന്നും യുദ്ധം ചെയ്യാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ് ഒരു വ്യാപാരിയെപ്പോലെ വിലപേശാൻ സൈമൺ സ്ട്രോങ് ശ്രമിച്ചു. എന്നാൽ അവിടെ മരണം വിതയ്ക്കാൻ മാത്രം വന്ന ഈമോണ്ട് യാതൊരു ദയയുമില്ലാതെ തന്റെ മൂർച്ചയേറിയ വാൾ കൊണ്ട് സൈമൺ സ്ട്രോങ്ങിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞുകുത്തി. രക്തം തുപ്പിക്കൊണ്ട് അയാൾ ആ തണുത്ത തറയിലേക്ക് വലിയ ശബ്ദത്തോടെ വീണു.
അതുകണ്ട് ഭയന്ന് ഓടിവന്ന അയാളുടെ ഒരു മകനെയും അവൻ വെട്ടിവീഴ്ത്തി. എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് രണ്ടാമത്തെ മകൻ എമുണ്ടിന്റെ മുതുകിൽ ശക്തമായി കുത്തി. വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും തന്റെ അവസാന ശക്തിയുമെടുത്ത് ആ രണ്ടാമത്തെ മകനെയും അവൻ കൊലപ്പെടുത്തി. മുറിവിൽ നിന്നൊഴുകുന്ന ചൂടുള്ള രക്തം അവന്റെ വസ്ത്രങ്ങളെ നനച്ചു. അപ്പോഴാണ് ആ കനത്ത നിശബ്ദതയിലേക്ക് യാതൊരു ഭാവവുമില്ലാതെ ആലിസ് കടന്നുവന്നത്. അവളെ കണ്ടതും ഈമോണ്ടിന്റെ കൈകളിൽ നിന്ന് ആ വലിയ വാൾ വലിയ ശബ്ദത്തോടെ തറയിലേക്ക് വീണു. രക്തം വാർന്നു തളർന്ന അവൻ തറയിലൂടെ ഇഴഞ്ഞ് അവളുടെ കാലുകൾക്കരികിലെത്തി എന്നെ സഹായിക്കൂ എന്ന് വളരെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഇരുണ്ട ആ മുറിയിൽ കത്തുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിൽ യാതൊരു അനക്കവുമില്ലാതെ നിൽക്കുന്ന ആലിസിനെ നോക്കി അവൻ ബോധരഹിതനായി വീണു. ഭീമാകാരനായ ആ മൃഗങ്ങളെ കണ്ടതും അവിടെയുണ്ടായിരുന്ന ഭടന്മാർ തങ്ങളുടെ വാളുകൾ താഴെയിട്ട് മുട്ടുകുത്തി. അസാധാരണമായ ആ നിശബ്ദതയിലൂടെ മുന്നോട്ടു നടന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യങ്ങൾ ശരിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് റെനേറ എല്ലാവരോടുമായി പറഞ്ഞു. അവർ അകത്തേക്ക് കടന്നതും ചുറ്റും കത്തുന്ന പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ കുറച്ച് ഭടന്മാർ അവർക്ക് നേരെ ആക്രമിക്കാൻ വന്നു. യാതൊരു ദയയുമില്ലാതെ തന്റെ വാളെടുത്ത് ഡേമൺ അവരെ വെട്ടിവീഴ്ത്തി. ചോരപുരണ്ട തന്റെ ഹെൽമറ്റ് ഊരി തറയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾക്കെതിരെ തിരിയാൻ ആർക്കാണ് ഇത്ര ധൈര്യം എന്ന് അവൻ ഉറക്കെ ചോദിച്ചു. ഇരുണ്ട ആ ഇടനാഴികളിലൂടെ തടയാൻ വന്നവരെ മുഴുവൻ കൊന്നൊടുക്കി അവർ ആ വലിയ സിംഹാസനത്തിനു മുന്നിലെത്തി. കാലങ്ങളായി റെനേറ ആഗ്രഹിച്ച ആ സിംഹാസനത്തിനു മുൻപിൽ വെച്ച് ഒരു നിമിഷം അവർ പരസ്പരം കൈകൾ ചേർത്തുപിടിച്ചു. എന്നാൽ ആ വലിയ ഹാളിന്റെ ഇരുവശങ്ങളിൽ നിന്നും കനത്ത ആയുധങ്ങളുമായി ഒരു പറ്റം ഭടന്മാർ അവർക്ക് നേരെ നടന്നുവരുന്നുണ്ടായിരുന്നു. ഏഗോൺ എവിടെയാണെന്ന് ദേഷ്യത്തോടെ റെനേറ ചോദിച്ചു. എന്നാൽ അവൻ അവിടെ നിന്നും പോയ കാര്യം അവൾക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് നല്ല ധൈര്യമാണ് എന്ന് ആ ഭടന്മാരുടെ തലവൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ജയിക്കുമോ തോൽക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് വളരെ ശാന്തമായി ചിരിച്ചുകൊണ്ട് ഡേമൺ പറഞ്ഞു. പെട്ടെന്നാണ് അവരുടെ പിന്നിൽ നിന്നും നൂറുകണക്കിന് കാലൊച്ചകൾ ആ വലിയ ഹാളിൽ മുഴങ്ങിക്കേട്ടത്. തങ്ങളെ വളയാൻ വന്നതാണെന്ന് കരുതിയെങ്കിലും സർ ലൂത്തറിന്റെ നേതൃത്വത്തിൽ വന്ന സിറ്റി വാച്ചിലെ ഭടന്മാർ തങ്ങളുടെ പഴയ കമാൻഡറായ ഡേമണിനും തങ്ങളുടെ യഥാർത്ഥ രാജ്ഞിയായ റെനേറയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുകയായിരുന്നു. തങ്ങൾക്കു ചുറ്റും നടക്കുന്നതെന്താണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ കിങ്സ്ഗാർഡ് ഭടന്മാർ തങ്ങളുടെ ആയുധങ്ങൾ താഴെയിട്ടതോടെ വെസ്റ്ററോസ് ഒടുവിൽ റെനേറയുടെ സ്വന്തമായി. രാജ്യദ്രോഹികളെയും ഹൈടവർ കുടുംബത്തിലെ എല്ലാവരെയും പിടികൂടാൻ ഡേമൺ അലറിവിളിച്ചു. എന്നാൽ ആ ഇരുമ്പ് സിംഹാസനത്തിലിരിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. ആ ചതിയനായ ഏഗോണിനെ എന്റെ മുൻപിൽ കൊണ്ടുവരൂ എന്ന് റെനേറ ഉറക്കെ ആക്രോശിച്ചു. ഉടൻ തന്നെ അവനെ തിരഞ്ഞ് ഡേമൺ കോട്ടയുടെ മറ്റൊരു വശത്ത് വെച്ച് ഓർവൈലിനെ കണ്ടു. ഏഗോൺ അവിടെ നിന്നും പോയെന്ന് പറഞ്ഞ ഓർവൈലിന്റെ കഴുത്തിൽ ഡേമൺ ശക്തമായി പിടിച്ചു ഞെരിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ അയാൾ താൻ റെനേറയോട് കൂറുപുലർത്താമെന്ന് കേണപേക്ഷിച്ചു. എന്നിട്ടും അവനെ കൊല്ലാൻ തുനിഞ്ഞ ഡീമോണിനോട് അതിലും വലിയൊരു സമ്മാനം താൻ നൽകാമെന്ന് ഭയത്തോടെ അയാൾ പറഞ്ഞു. ആ സമയത്ത് വേഷം മാറി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അലൈസന്റും ഹെലനായും ആ ഇരുണ്ട നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കനത്ത ഇരുട്ട് നിറഞ്ഞ ജയിലിനുള്ളിൽ ലാരിസ് സ്ട്രോങ് തനിക്കായി ഒരു വലിയ സമ്മാനം കരുതിവെച്ചിട്ടുണ്ടെന്ന് ഒരു ജയിലർ ഡേമോണിനോട് പറഞ്ഞത്. ആ വലിയ ഇരുട്ടിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ആ രൂപത്തെ കണ്ട് ഡേമോണിന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിടർന്നു. സിംഹാസനമുറിയിലെ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് 2 ഭടന്മാർ വൈൽഡിനെ അവിടെ കൊണ്ടുവന്നു. ഇതിന് വലിയ വില നൽകേണ്ടിവരുമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ യഥാർത്ഥ സമ്മാനവുമായി ആ വലിയ വാതിലിലൂടെ ഡീമൺ കടന്നുവന്നത്. ഇവിടുത്തെ ഇരുട്ടറകളിൽ എലികൾക്കിപ്പോൾ വലിയ വലിപ്പമാണ് എന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ തന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ആ മനുഷ്യനെ കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. അതാകെ തളർന്ന് ജീവൻ മാത്രം ബാക്കിയുള്ള ഓട്ടോ ഹൈടവറായിരുന്നു. അവനെ അവിടെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഏഗോണിന് പകരമായി ഇവന്റെ ജീവനെടുക്കാൻ ഡേമൺ പറഞ്ഞു. റെനേറയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ചെറുപ്പം മുതൽ തനിക്ക് പരിചയമുള്ള തന്റെ ഉറ്റ ചങ്ങാതിയുടെ അച്ഛനെ കൊലപ്പെടുത്തുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലുമാകുമായിരുന്നില്ല. പെട്ടെന്ന് തീർക്കൂ എന്ന് ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് ഓട്ടോ ഹൈടവർ പറഞ്ഞപ്പോൾ റെനേറയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ഇതുവരെ ആരെയും കൊന്നിട്ടില്ലായിരുന്നു. തന്റെ പിതാവിനെപ്പോലെ സമാധാനം ആഗ്രഹിച്ച അവളെ ഇപ്പോൾ ഒരു കൊലയാളിയാക്കി മാറ്റുകയായിരുന്നു. ഈ നിമിഷത്തിൽ നീ ഒരു രാജ്ഞിയാകും എന്ന് ഡേമൺ അവളുടെ കാതിൽ മന്ത്രിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ വലിയ വാളെടുത്ത് ആഞ്ഞുവെട്ടിയെങ്കിലും അത് അയാളുടെ പുറത്താണ് കൊണ്ടത്. വേദന കൊണ്ട് പുളഞ്ഞ അയാളുടെ കഴുത്തിലേക്ക് കണ്ണീരോടെ അവൾ വീണ്ടും ആഞ്ഞുവെട്ടി. അയാളുടെ തല ഒരു വലിയ ശബ്ദത്തോടെ ആ തണുത്ത തറയിലേക്ക് തെറിച്ചു വീണു. അതുകണ്ട് ഭയന്നു നിൽക്കുന്ന ആളുകളുടെ മുന്നിലിട്ട് യാതൊരു മടിയും കൂടാതെ ഡീമൺ ഒറ്റവെട്ടിന് വൈൽഡിന്റെ തലയും കൊയ്തെടുത്തു. തറയിൽ തളം കെട്ടി നിൽക്കുന്ന ഓട്ടോ ഹൈടവറിന്റെ ചൂടുള്ള രക്തത്തിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് റെനേറ മുന്നോട്ട് നടന്നു.
വലിയ ഇരുമ്പ് സിംഹാസനത്തിൽ അവൾ ഇരുന്നു. അവൾ ഇപ്പോൾ ഒരു യഥാർത്ഥ രാജ്ഞിയായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ വലിയ വാതിലുകൾ വീണ്ടും തുറക്കപ്പെട്ടു. കാവൽക്കാർ വലിച്ചിഴച്ചുകൊണ്ട് അലൈസന്റിനെയും ഹെലേനയെയും അവിടേക്ക് കൊണ്ടുവന്നു. തറയിൽ കിടക്കുന്ന തന്റെ അച്ഛന്റെ തലയറ്റ ശരീരം കണ്ട് ആലിസന്റിന്റെ കണ്ണുകളിൽ ഭയവും സങ്കടവും നിറഞ്ഞു. കണ്ണീരുണങ്ങാത്ത മുഖത്തോടെ സിംഹാസനത്തിലിരിക്കുന്ന റെനൈറയെ അവർ നോക്കി. ഒരു നിമിഷം സുഹൃത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ റെനൈറയുടെ മുഖത്ത് മിന്നിമറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ ആ മുഖത്ത് ഒരു രാജ്ഞിയുടെ കടുത്ത നിശ്ചയദാർഢ്യം വന്നു നിറഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.